ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കലാഭവൻ നവാസിന് മരണം സംഭവിക്കുന്നത്. അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ഷൂട്ടിംഗിന്റെ ഭാഗമായി ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ്. ഷൂട്ടിംഗിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. എന്നാൽ അത് കാര്യമാക്കാതെ ഷൂട്ടിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് വേദന സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ഭാര്യ പിതാവിനെ വിളിച്ച് നെഞ്ചിരിച്ചിലാണോ എന്ന് ആദ്യം സംശയം പറഞ്ഞത്. എന്നാൽ ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു അത് നെഞ്ചിരിച്ചിലല്ല, ഉടൻ തന്നെ ECG റിപ്പോർട്ട് എടുക്കണമെന്നുള്ളത്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ അങ്ങനെ ECG എടുക്കാനൊക്കെ തന്നെയും അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു. ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോയ നവാസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ട് വലിയ ദുഃഖത്തിലാണ്. അത്രമാത്രം അദ്ദേഹം സന്തോഷിച്ചിരുന്നു. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഒരു സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചെത്തിയത്. പ്രകമ്പനം എന്ന സിനിമയായിരുന്നു അത്. ചോറ്റാനിക്കരയിൽ വെച്ചായിരുന്നു സിനിമയുടെ ബാക്കി ചിത്രീകരണങ്ങളൊക്കെ തന്നെയും നടന്നത്. അവിടെ വെച്ച് അസീസിനോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങളും നവാസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അതിമനോഹരമായ നിമിഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു നവാസ് ഈ സിനിമയുടെ സെറ്റിലേക്ക് എത്തിയത്. തുടർന്ന് ശനിയും ഞായറും നവാസിന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളും കൂടിയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു നവാസ് തീരുമാനിച്ചത്. അതിന്റെ മുൻപായിട്ടായിരുന്നു നവാസും സുഹൃത്തുക്കളും ചേർന്ന ചിത്രങ്ങളൊക്കെ തന്നെയും എടുത്തത്. ആ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രമാത്രം ഉത്സാഹവാനായിട്ടായിരുന്നു ചിത്രങ്ങളിലൊക്കെ തന്നെയും നവാസ് ഉണ്ടായിരുന്നത്. വീഡിയോയും ചിത്രങ്ങളും കണ്ടവരുടെ കണ്ണുനീർ നിറഞ്ഞു എന്ന് പറഞ്ഞേ മതിയാകൂ. നവാസിനെ അത്രമാത്രം സ്നേഹിച്ച ആരാധകർ ഏറെയാണ്. നീലാകാശം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നവാസും ഭാര്യയും അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത്. നവാസും ഭാര്യയും ഒന്നിച്ച് അഭിനയിച്ച് പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു. ഇരുവരുടെ ഈ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അന്ന് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരനായ നവാസ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ മനം നൊന്തിരിക്കുകയാണ് ഭാര്യയും മക്കളും.